ഹലോ മുത്തുമണീസ്, ഈ വീക്കെൻഡിലെ ഡിന്നർ നമ്മൾ ഷാർജയിലുള്ള ദേ ഫിഷിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് അവരോട് പറയാവുന്നതാണ് കേട്ടോ. അപ്പം നമ്മൾ രണ്ട് മൂന്നാഴ്ചയായി ചിന്തിക്കുന്നത് അവിടെ നിന്ന് പോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഇന്നലെ ആയിരുന്നു അതിന് സമയം കിട്ടി അങ്ങനെ പോയതിട്ട്. നല്ല വൈബായിരുന്നു ഉള്ളിലൊക്കെ കേട്ടോ. നല്ല ചില്ല് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലേസ് ആയിരുന്നു. നല്ല അറ്റ്മോസ്ഫിയർ ആയിരുന്നു. നല്ല ഒരു ആംബിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ തന്നെ കേട്ടോ. ഫുൾ ഒരു നീലമയായിരുന്നു കേട്ടോ. കാരണം സീ ഫുഡാണല്ലോ, അതുകൊണ്ട് തന്നെ ആയിരിക്കും അവിടെ എല്ലാത്തിലും ഒരു ബ്ലൂ ടച്ച് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സലാഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. സനീഷും അമ്മലും ഉണ്ടായിരുന്നു നമ്മുടെ കൂടെ തന്നെ, പിന്നെ നിസാറും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടർ എന്ന് വെച്ചിട്ട് ഫിഷ് ഫില്ലറ്റും അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും പിന്നെ 2-3 സോസും ഒക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഡിപ്പ് ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഇതേ അടുത്ത നമ്മളുടെ ഐറ്റം എത്തിയിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ ഐറ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുബൂസ് ഉണ്ടായിരുന്നു, ഹമ്മൂസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ മിൻറ്റ് സോസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു സ്വീറ്റ് സോസ് ഉണ്ടായിരുന്നു, പിന്നെ ഒരു വൈറ്റ് സോസും ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെയൊക്കെ ആയിരുന്നു സംഭവങ്ങൾ കേട്ടോ. അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് സ്ക്വിഡ് ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസ് വീണ്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അപ്പോൾ നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് പ്രോൺസ് ഉണ്ട്, ലോബ്സ്റ്റർ ഉണ്ട്, ക്രാബ് ഉണ്ട്, സീബാസ് ഉണ്ട്. ഇതുപോലെ തന്നെ ഇതാ ഒരു വൈറ്റ് സോസിൽ നമുക്ക് പ്രോൺസ് ഉണ്ട്, പിന്നെ 3 ടൈപ്പ് ഓഫ് ഡിഫറെൻറ്റ് ഫ്ലേവർ നമുക്ക് ടിക്ക ഉണ്ടായിരുന്നു, ഫിഷ് ടിക്ക. ഇത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരുന്നു. എന്തായാലും ഒരിക്കലെങ്കിലും ഒന്ന് പോയിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു മസ്റ്റ് ട്രൈ പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എല്ലാം ഒന്നിനൊന്നും മെച്ചമായിരുന്നു, സൂപ്പറായിരുന്നു. വയറാണെങ്കിൽ ഫുള്ളാവുകയും ചെയ്തിട്ട്, കാരണം നമുക്കൊന്നും ഒഴിവാക്കാനുണ്ടായിരുന്നില്ല. എല്ലാം കഴിച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടൈം എടുത്ത്. പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാലോ ക്രാബ് കഴിക്കാൻ ഒരുപാട് സമയം വേണമെന്നുള്ളത്. അങ്ങനെ ഒരു പരിധി വരെയൊക്കെ എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം പിന്നെ ജ്യൂസ് കഴിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ പറ്റിയില്ല. കുടിക്കാനുള്ള ഒരു സമയവും വയറും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.